കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ പായസം കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ ഒരുപാട് വെറൈറ്റി പായസങ്ങളൊക്കെ പരീക്ഷിക്കും. നമ്മൾ മലയാളികൾക്ക് പായസത്തോട് പ്രത്യേകിച്ചൊരു ഒരു അടുപ്പം തന്നെ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പായസം നമുക്ക് ഇറ്റാലിയൻ രുചിയിൽ പാസ്ത ഉപയോഗിച്ച്, അതായത് നമ്മൾ മക്രോണി ഉപയോഗിച്ച് പായസം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ദിസ് ഈസ് അജ്മൽ അലി പാലേരി. വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് അജ്മൽ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നാൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ ടൈപ്പ് നമുക്ക് മക്രോണി വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മക്രോണി കാണാം, അതേപോലെ ഏലക്ക കാണാം, മുന്തിരി കാണാം, നെയ്യ് കാണാം, പിന്നെ കാഷ്യൂ, ഷുഗർ, പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ബോട്ടിലുണ്ട്. ഇത് നമുക്ക് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നില്ല, നമുക്കിതിൽ നിന്ന് 50 ഗ്രാം മതി. പിന്നെ ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ കിട്ടുന്ന നന്ദിനിയുടെ പാൽ പാക്കറ്റാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അത് അപ്പോൾ 2 പാക്കറ്റ് ഉണ്ട്. 1 ലിറ്റർ പാൽ വേണം നമുക്കിതിന്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത്, ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ഫ്രൈ പാനല്ല, നമ്മൾ ചെറിയൊരു പാത്രത്തിൽ തിളപ്പിച്ചിട്ട് നമ്മൾ അതിൽ മക്രോണി ഇട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ അത് ആദ്യം വെന്ത് ശേഷം നമുക്ക് മാറ്റി വെക്കണം. ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട് കേട്ടോ, നമ്മൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഈ ചട്ടിയിലൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ സംഭവം വേവിച്ചെടുത്ത മൈക്രോണി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് എന്താ ഇത് ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഇതിൽ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, നെയ്യിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പം ഞാനിതിൽ നിന്ന് കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതിലോട്ടൊന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മക്രോണി ഒട്ടിപ്പിടിക്കൂല. നമുക്കിനിയിപ്പോൾ പായസത്തിൽ മിക്സ് ചെയ്യാനുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നെയ്യ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മക്രോണി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാല് നമ്മൾ ഈ ചട്ടിയിൽ തിളപ്പിക്കണം. പാല് തിളപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൂടി അങ്ങനെ നോക്കാം. ഞാൻ ചട്ടിയിൽ പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. രണ്ട് പാക്കറ്റ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്, 1 ലിറ്റർ. അപ്പോൾ പാല് ഇതാ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് കുറുക്കി എടുക്കണം. അതായത് നമ്മളിത് പാടെ വരാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ തിളക്കുന്നതിനനുസരിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൽ പഞ്ചസാര ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. നമ്മള് പഞ്ചസാര ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 40-50 ഗ്രാം തോന്നുന്നു. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കണം. ശരിക്കും ഇത് നമുക്ക് പൊടിച്ചുവിടാം, ഇങ്ങനെ ഇടാം, 2 രീതിയിൽ ഇടാം കേട്ടോ. ഞാനത് പൊടിക്കുന്നില്ല, എൻ്റെ ഒരു എളുപ്പത്തിന്. പ്രത്യേകിച്ച് നമ്മൾ എളുപ്പം നോക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഞാനത് പൊട്ടിക്കാതെ ജസ്റ്റ് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുകയാണ്, അല്ലാതെ പൊടിച്ചെടുക്കുന്നില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഇതിലിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത് എന്താ വെച്ചാൽ, ഷുഗർ ചേർത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഏലക്കായും. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ.
പാല് നമ്മള് കുറച്ച് സമയം ഇവിടെ ചട്ടിയിലിട്ട് ഇളക്കി കുറുക്കി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇനിയിപ്പോ നമുക്ക് മക്രോണി മിക്സ് ചെയ്ത് കൊടുക്കണം. മക്രോണി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാൻ. അപ്പൊ അതിലോട്ട് മക്രോണി മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കാഷ്യൂ പിന്നെ ഇതൊക്കെ നെയ്യിൽ വറുത്തെടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യണം. ഇതിലോട്ട് മക്രോണി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രൈ പാന് ചൂടായിട്ട് ബാക്കി ഉള്ള നെയ്യൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്ത് എടുക്കണം. അപ്പോൾ കാഷ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചോർന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇതിൻ്റെ. ഇതിപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഈ കുറച്ചിട്ട് ഇതിലോട്ട് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഫൈനലി നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട്. നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത്. അപ്പോൾ ഫൈനലി നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള പായസം ഞാനും ഫസ്റ്റ് ആയിട്ട് പരീക്ഷിച്ച് നോക്കുന്നതാണ്. ഇത് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഗ്ലാസ് കഴിച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. സംഭവം കിടിലൻ പായസമാണ്. ഒന്നുകൂടി ടേസ്റ്റ് നോക്കട്ടെ. കാരണം നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ പൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം വീട്ടില്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതല്ലേ. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ മതി വീഡിയോയുടെ താഴെ കമന്റ് രൂപത്തിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് വീഡിയോസ്, നല്ല അടിപൊളി റെസിപ്പീസ്, പിന്നെ ട്രാവൽ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.